ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് ശിഖ. എനിക്ക് 30 വയസ്സുണ്ട്. എൻ്റെ വീട്ടിലെ വേലക്കാരിയുടെയും ഡ്രൈവറുടെയും കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. ഭർത്താവിന് ബിസിനസ്സാണ്. മക്കളൊന്നും ഇതുവരെ ആയിട്ടില്ല. കല്യാണം കഴിഞ്ഞിട്ട് 4 വർഷം ആയതേ ഉള്ളൂ. എനിക്ക് ഒരു കാമുകൻ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കല്യാണമെല്ലാം ഉറപ്പിച്ചതായിരുന്നു. ആ സമയത്ത് ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ ആള് മരിച്ചു. പിന്നീട് കല്യാണമൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചതാണ് ഞാൻ. പക്ഷേ വീട്ടുകാരുടെ നിരന്തരമായ നിർബന്ധം കാരണം 4 വർഷം മുമ്പ് എൻ്റെ കല്യാണം കഴിഞ്ഞു. പേരിനൊരു ഭർത്താവ് മാത്രമാണ് ആൾക്ക് എപ്പോഴും ബിസിനസ് തിരക്കാണ്. എന്നെക്കാളും ഇഷ്ടം ആൾക്ക് ആളുടെ ബിസിനസ്സാണ്. പുറമെ നിന്ന് നോക്കിയാൽ എനിക്കിവിടെ നല്ല സുഖമാണ്. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ വീട്, കാറ്, ജോലിക്കാർ. എൻ്റെ ബന്ധുക്കളും നാട്ടുകാരും എല്ലാം പറയുന്നുണ്ട് എനിക്ക് എന്തൊരു സുഖകരമായ ജീവിതമാണെന്ന്. വീട്ടിൽ 2 ജോലിക്കാരാണ് ഉണ്ടായിരുന്നത്. ഒന്ന് അടുക്കളയിലെ ജോലി ചെയ്യാനും മറ്റേത് വീടിന് പുറത്തുള്ള ജോലി ചെയ്യാൻ. ബിന്ദു ആണ് അടുക്കളയിലെ ജോലികളെല്ലാം ചെയ്യുന്നത്. അവൾക്ക് 34 വയസ്സോളമുണ്ട്. എനിക്ക് എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോവാൻ കാറുണ്ട്. ഒരു ഡ്രൈവറെയും എൻ്റെ ഹസ്ബൻഡ് നിയമിച്ചിട്ടുണ്ട്. ഡ്രൈവറുടെ പേര് രാജു എന്നാണ്. അടുത്തു തന്നെയാണ് ആളുടെ വീട്. എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തു പോകണമെങ്കിൽ ആളെ വിളിച്ചാൽ മതി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. ഭർത്താവ് ആഴ്ചയിൽ 1 വരുന്നത് ഇപ്പോൾ മാസത്തിൽ മാത്രമാണ് 1 വരുന്നത്. ആളെ നല്ലപോലെ ഒന്ന് കാണാൻ പോലും കിട്ടുന്നില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം എൻ്റെ കൂട്ടുകാരി അജിത എൻ്റെ വീട്ടിലേക്ക് വന്നു. ഞങ്ങളിപ്പോൾ കുറച്ച് നാളായി കണ്ടിട്ട്. അവൾക്ക് കാറുണ്ട്, അത് ഓടിക്കാനും അറിയാം. അതിലാണ് അവൾ വന്നത്. ഞങ്ങൾ കുറച്ചു നേരം സംസാരിച്ചു. അവൾക്ക് ഷോപ്പിംഗ് ഉണ്ട്, നീയും കൂടെ വാ, നമുക്ക് സിനിമയൊക്കെ കണ്ട് ഇന്നത്തെ ദിവസം അടിച്ചു പൊളിക്കാം. ഞാനും വീട്ടിൽ വെറുതെ ഇരുന്ന് മടുത്തു. ഞങ്ങൾ 2 പേരും കൂടെ പുറത്തേക്ക് പോയി. പോകാൻ ഇറങ്ങിയപ്പോൾ ഞാൻ ബിന്ദുവിനെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ വൈകുന്നേരമാകും. നീ കതകൊന്നും തുറന്നിട്ട് എവിടെയും പോയേക്കരുത്. ഞങ്ങൾ അവളുടെ കാറിൽ പുറത്തേക്ക് പോയി. അവൾക്ക് വേണ്ട ഡ്രസ്സെല്ലാം എടുത്തു. ഇനി സിനിമയ്ക്ക് കയറാം എന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് അവളുടെ വീട്ടിൽ നിന്ന് കോള് വന്നത്. അവളോട് പെട്ടെന്ന് വീട്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞങ്ങളുടെ പരിപാടിയെല്ലാം ക്യാൻസൽ ചെയ്തു. അവള് എന്നെ തിരിച്ച് വീട്ടിൽ കൊണ്ടുപോയി വിട്ടു. പെട്ടെന്ന് പോവേണ്ടതുകൊണ്ട് വീടിൻ്റെ കോമ്പൗണ്ടിലേക്ക് വണ്ടി കയറ്റിയില്ല. പുറത്ത് ഗേറ്റിൻ്റെ അവിടെ വണ്ടി നിർത്തി. ഞാൻ അവിടെ ഇറങ്ങി. ഞാൻ ചെന്ന് ബിന്ദുവിനെ വിളിച്ചു. കോളിംഗ് ബെൽ അടിച്ചു. 5 മിനിറ്റ് അവിടെ നിന്നു. കതക് തുറക്കുന്നില്ല. കതക് അകത്തുനിന്ന് കുറ്റിയിട്ടേക്കാണ്. ഇവളിത് എവിടെ പോയി? വീട്ടിലേക്ക് പോയിട്ടില്ല. പോവുകയാണെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞേനെ. ഇനി പുറകുവശത്ത് എന്തെങ്കിലും ജോലിയിലായിരിക്കും എന്ന് വിചാരിച്ച് ഞാൻ വീടിൻ്റെ സൈഡിലൂടെ പുറകുവശത്തേക്ക് പോയി. അടുക്കള വശത്തെ കതക് അടച്ചിട്ടേക്കാണ്. പുറത്തുനിന്ന് കുറ്റിയിട്ടേക്കാണ്. അവളപ്പോൾ വീടിൻ്റെ ഉള്ളിൽ എന്തായാലും ഇല്ല. ഞാൻ എൻ്റെ ഫോണെടുത്ത് അവളെ വിളിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ പുറകിലുള്ള വിറകുപരയിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് കേട്ടു. വീടിൻ്റെ പുറകിൽ നിന്നും ഒരു 100 മീറ്റർ അകലെയാണ് വിറകുപര. തേങ്ങയും പൊട്ടിയ ഫർണിച്ചറും എല്ലാം അതിലാണ് ഇട്ടേക്കുന്നത്. ഞാൻ പതിയെ അവിടേക്ക് നടന്നു. അവളോട് 2 ദിവസം മുമ്പ് കുറച്ച് തേങ്ങ പൊതിച്ച് വെക്കണം എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ബിന്ദു എന്ന് വിളിച്ചു. അവള് വിളി കേട്ടു. ഞാൻ അവിടേക്ക് ചെന്നു. അവള് തേങ്ങകളെല്ലാം ചാക്കിൽ പെറുക്കിയിടുകയാണ്. കുറച്ച് തേങ്ങ പറമ്പിൽ തെങ്ങിൻ്റെ ചുവട്ടിൽ കിടപ്പുണ്ട്. അതും കൂടെ പെറുക്കി ചാക്കിലിടണം. മാഡം എന്താണ് നേരത്തെ വന്നത്? വൈകുന്നേരം വരും എന്നല്ലേ എന്നോട് പറഞ്ഞത്? അത് കൂട്ടുകാരിക്ക് പെട്ടെന്നൊരു ആവശ്യം. അവള് വീട്ടിലേക്ക് പോയി. അതാണ് ഞാൻ നേരത്തെ വന്നത്. മാഡം എന്നാ പൊക്കോ, ഞാൻ ജോലികളെല്ലാം ചെയ്തു കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അവിടേക്ക് വരാം. എന്നാ ശരി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ വീടിൻ്റെ ഉള്ളിലേക്ക് പോയി. അടുക്കളയിൽ പോയി നാരങ്ങ വെള്ളം കലക്കി കുടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ആരോ നടക്കുന്ന സൗണ്ട് കേട്ടത്. ഞാൻ നോക്കിയപ്പോൾ അത് ഡ്രൈവറാണ്. വേലക്കാരിക്ക് ടാറ്റയും കൊടുത്ത് വീടിൻ്റെ സൈഡിലൂടെ പുറത്തേക്ക് പോവുകയാണ്. ആള് എന്നെ വിളിച്ചൊന്നുമില്ല. വീടിൻ്റെ ഗേറ്റ് കടന്ന് ആളിൻ്റെ വീട്ടിലേക്ക് പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ വേലക്കാരിയും വന്നു. അവളോട് ഞാനൊന്നും ചോദിച്ചില്ല. അവൾ എന്നോട് ഒന്നും പറഞ്ഞുമില്ല. കൂട്ടുകാരെ, കഥ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല.